Welcome to Qubit Academy. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന 17/8/2024 മുതൽ 23/8/2024 വരെയുള്ള എന്താണ് കറണ്ട് അഫയേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എന്താണ് ഇൻഡിപെൻഡൻസ് ഡേ ഗാലൻട്രി അവാർഡ് 2024 ആണ് എന്ത് ആദ്യത്തെ ന്യൂസ് എന്ന് വിളിക്കുന്നത്. നോക്കാം എന്താണ്. ആസ് ഇന്ത്യ സെലിബ്രേറ്റ്സ് ഇറ്റ്സ് 78th Independence Day, President of India has conferred prestigious gallantry awards on armed forces and central armed forces personnel. ഓക്കെ, ഇതാണ് അവാർഡ്. ന്യൂസിൽ വരാനുള്ള ഒരു കാരണം. ഓക്കെ, നമുക്ക് നോക്കാം ഏതൊക്കെ പ്രധാനപ്പെട്ട അവാർഡുകളാണ് കൊടുക്കുന്നത്. ഒന്ന് കീർത്തി ചക്ര. ഓക്കെ, എന്താണ് പറയുന്നത് 4 കീർത്തി ചക്രാസ് ഇൻക്ലൂഡിങ് 3 പോസ്റ്റ് ബോണസ് വേർ അവാർഡഡ് എന്നുള്ളതിൻ്റെ പ്രത്യേകതയാണ്. ദ കീർത്തി ചക്ര അവാർഡ് ഫോർ ഗാലൻട്രി വാസ് ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 1952. ആദ്യമായിട്ട് എപ്പോഴാണ് കീർത്തി ചക്ര അവാർഡ് കൊടുക്കാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് 1952 ആസ് അശോക് ചക്ര ക്ലാസ് 2 ആൻഡ് റീഡിസൈൻഡ് ആസ് കീർത്തി ചക്ര ഇൻ 1967 എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ വരുന്നതാണ് ഏത് ശൗര്യ ചക്ര. എന്താണ് 18 ശൗര്യ ചക്രാസ് ഇൻക്ലൂഡിങ് 4 പോസ്റ്റ് ബോണസ് വേർ അവാർഡഡ് എന്നുള്ളതാണ്. ഇനി ശൗര്യ ചക്ര എപ്പോഴാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 1952 എന്തിൻ്റെ അശോക് ചക്ര ക്ലാസ് 2 ആൻഡ് റീനെയിംഡ് ഇൻ 1967 ശൗര്യ ചക്ര. ഓക്കെ, ആദ്യം എന്തായിരുന്നു അശോക് ചക്ര ക്ലാസ് 2 ആയിരുന്നു. ആ അശോക് ചക്ര ക്ലാസ് 2 എന്തായി മാറ്റിയിട്ടുണ്ട് 1967 ശൗര്യ ചക്രയായിട്ട് മാറ്റിയിട്ടുണ്ട്. ആൻഡ് അവാർഡഡ് ഫോർ ഗാലൻട്രി അതർവൈസ് ദാൻ ഇൻ ദ ഫേസ് ഓഫ് ദി എനിമി എന്നുള്ളതാണ്. ആൻഡ് പിന്നെ വരുന്നതാണ് ഇത് സേനാ മെഡൽ ഗാലൻട്രി. എന്താണ് 1 bar to സേനാ മെഡൽ ഗാലൻട്രി ആൻഡ് 63 സേനാ മെഡൽസ് ഗാലൻട്രി ഇൻക്ലൂഡിങ് 2 പോസ്റ്റ് ബോണസ് വർ അവാർഡഡ് എന്നുള്ളതിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ വരുന്നതാണ് ഇത് നാവോ സേനാ മെഡൽസ്. എന്താണ് 11 നാവോ സേനാ മെഡൽ ഗാലൻട്രി വർ അവാർഡഡ്. നാവോ സേനാ മെഡൽ ഈസ് എ ഗാലൻട്രി അവാർഡഡ് ഫോർ ഇന്ത്യൻ നേവി പേഴ്സണൽ അവാർഡഡ് ഫോർ എക്സെപ്ഷണൽ ഡെവല്യൂഷൻ ടു ഡ്യൂട്ടി ഓർ കറേജ് ആണ്. പിന്നെ വരുന്ന ഏതാണ് വായുസേന മെഡൽസ് ആണ്. എന്താണ് 6 വായുസേന മെഡൽസ് ഗാലൻട്രി വർ അവാർഡഡ് ആണ് ഒരു വർഷം. ഇനി വായുസേന മെഡൽ എപ്പോഴാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് 1960 എന്ത് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. എന്തിനാണ് ടു റിയോർഗനൈസ് എക്സെപ്ഷണൽ ഡെവല്യൂഷൻ ടു ഡ്യൂട്ടി ഓർ ആക്ട്സ് ഓഫ് കറേജ് ബൈ എയർഫോഴ്സ് പേഴ്സണൽ ആണ്. പിന്നെ വരുന്നതാണ് ഇത് മെൻഷൻ ഇൻ ഡെസ്പാച്ചസ്. എന്താണ് ദ പ്രസിഡന്റ് ഹാസ് ഓൾസോ അപ്രൂവ്ഡ് 39 mention in dispatches including to army, DOC and post bonus for their significant contributions in different military operations ആണ് ഇത് മെൻഷൻ ഇൻ ഡെസ്പാച്ചസ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്ന അറിയപ്പെടുന്നത്. ക്ലിയർ. ഇനി എന്താണ് നെക്സ്റ്റ് ന്യൂസ് എന്താണ് ഇനിഷ്യേറ്റീവ് ഫോർ ദ പോളട്രി ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ ആണ്. എന്താണ് ദ ബ്രോയിലർ ചിക്കൻ ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ ഹാസ് ട്രാൻസ്ഫോർഡ് ഫ്രം എ ട്രഡീഷണൽ സ്മോൾ സ്കെയിൽ ഫാമിംഗ് പ്രാക്ടീസസ് ഇൻ ടു എ ഹൈലി ഓർഗനൈസ്ഡ് ആൻഡ് വെർട്ടിക്കലി ഇൻറ്റഗ്രേറ്റഡ് അഗ്രി ബിസിനസ് എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഇനി എന്തൊക്കെയാണ് പോളിട്രി ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ അതിന് വേണ്ടി കൊണ്ടുവന്ന ഗവൺമെൻറ് കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുക പോളിട്രി വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടാണ് PVCF. എന്താണ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിങ് ഈസ് ഇംപ്ലിമെൻറ്റിംഗ് ദ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ EDEG ഓഫ് ദ നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷനാണ്. പിന്നെ വരുന്നതാണ് ഇത് നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ NLM. എന്താണ് ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് അണ്ടർ ദ NLM ഇൻ വിച്ച് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ഈസ് പ്രൊവൈഡഡ് ടു സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറീസ് ടു ഇംപ്ലിമെൻറ്റ് റൂറൽ ബാക്ക്യാർഡ് പോളട്രി ഡെവലപ്മെൻറ്റ് RBPD ആൻഡ് ദ ഇന്നൊവേറ്റീവ് പോളട്രി പ്രൊഡക്ടിവിറ്റി പ്രോജക്റ്റ് ഇതിൻ്റെ ഭാഗമാണ്. എന്താണ് അതുപോലെ അസിസ്റ്റൻസ് ടു സ്റ്റേറ്റ് ഫോർ കൺട്രോൾ ഓഫ് എനിമൽ ഡിസീസസ് ASCAD സ്കീമാണ്. എന്താണ് ASCAD എന്ന് പറയുന്നത് എന്താണ് അണ്ടർ ദ ലൈവ് സ്റ്റോക്ക് ഹെൽത്ത് ആൻഡ് ഡിസീസസ് കൺട്രോളാണ്. LH&DC ആണ് വിച്ച് കവേഴ്സ് ദ വാക്സിനേഷൻ ഓഫ് എക്കോണമിക്കലി ഇമ്പോർട്ടൻറ്റ് പോളട്രി ഡിസീസ് വിസ് റാണിക്കറ്റ് ഡിസീസസ് ഇൻഫെക്ഷൻസ് ബേസൽ ഡിസീസസ് ഫോൾ പോക്സ് എക്സെട്ര ഇൻക്ലൂഡിംഗ് കൺട്രോൾ ആൻഡ് കണ്ടെയ്ൻമെൻറ്റ് ഓഫ് എമർജൻറ്റ് എക്സോറ്റിക് ഡിസീസസ് ലൈക്ക് ഏവിയൻ ഇൻഫ്ലുവൻസ. ഓക്കെ, ഇതൊക്കെ ഏതിൻ്റെ ഭാഗമാണ് ഇത്തരം സ്കീമുകളുടെ ഭാഗമാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ന്യൂസ് എന്താണ് ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഫോർ വേരിയസ് അതർ ഇനീഷ്യേറ്റീവ്സ് അണ്ടർ ദ സ്കീം. എന്താണ് റീസെൻ്റ്ലി ദ സെൻട്രൽ ഗവൺമെൻറ് ഹാസ് ഏൺ മാർക്ക്ഡ് ഫൈനാൻഷ്യൽ ഇനീഷ്യേറ്റീവ് അണ്ടർ ദ സ്കീം ഫോർ സ്പെഷ്യൽ അസിസ്റ്റൻസ് ടു
states for other investment in 2024-25 to promote land related reforms across states. ഇതാണ് എന്ത് ന്യൂസിൽ വരാനുള്ള എന്താണ് ഒരു റീസൺ എന്ന് വിളിക്കുന്നത്. എന്താണ് പറയുന്നത്? സപ്പോർട്ട് ഫോർ വർക്കിംഗ് വുമൻസ് ഹോസ്റ്റൽസ് ആണ്. എന്താണ്? ദ ഗവൺമെൻറ് ഹാസ് അലോക്കേറ്റ് ₹500 crore ഫോർ കൺസ്ട്രക്റ്റിംഗ് ഹോട്ടൽസ് ടു ബൂസ്റ്റ് female workforce participation, and the state government providing land at no cost or covering acquisition cost, and the hostels will be managed under public private partnership PPP model while retaining the state ownership ആണ്. അതുപോലെ തന്നെ വരുന്നതാണ് ഇത് വെഹിക്കിൾ സ്ക്രാപ്പേജ്. എന്താണ്? ₹300 crore will be provided in the initiative for the scrapping of old vehiclesന് വേണ്ടി. പിന്നെ വരുന്നതാണ് ഇത് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. എന്താണ് പറയുന്നത്? ₹15,000 crore is earmarked to stimulate industrial development ആണ്. പിന്നെ വരുന്ന ഏതാണ്? ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആണ്. അതിനെന്താണ്? ₹100 crore will be allocated for infrastructure development with equal distribution among ഹരിയാന, ഉത്തർപ്രദേശ് ആൻഡ് രാജസ്ഥാൻ ആണ്. പിന്നെ വരുന്നതാണ് ഇത് സെൻട്രലി സ്പോൺസേഡ് സ്കീംസ്. എന്താണ്? ₹15,000 crore will be support states shares of centrally sponsored schemes ഇൻക്ലൂഡിങ് അർബൻ ആൻഡ് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റ് എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. പിന്നെ വരുന്നതാണ് ഇത് SNS പാരിഷ് മോഡൽ. എന്താണ്? ഇതിന് വേണ്ടിയിട്ട് ഏകദേശം 4,000 കോടി രൂപയാണ് അലോക്കേറ്റ് ചെയ്തതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ടാർഗറ്റിന് വേണ്ടിയിട്ട് ഏകദേശം 25,000 കോടിയാണ് നിലവിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളത്. ഇതിൻ്റെ ടാർഗറ്റ് എന്ന് വിളിക്കുന്നത് 2024-25 ഫൈനാൻഷ്യൽ ഇയർ ആണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി എന്താണ് നെക്സ്റ്റ് ന്യൂസ്? എന്താണ്? കാശ്മീരി ടെമ്പിൾ ആർക്കിടെക്ചർ ആണ്. എന്താണ് പറയുന്നത്? ദ മാറ്റ്ലാൻഡ് സൺ ടെമ്പിൾ ഇൻ ആൻടാങ് ഡിസ്ട്രിക്ട് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ഹാസ് ബീൻ ഇലൂമിനേറ്റഡ് വിത്ത് ദ ട്രൈകളേഴ്സ് ഓഫ് ദ ഇന്ത്യൻ ഫ്ലാഗ് ആസ് പാർട്ട് ഓഫ് ദ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസ്. ഓക്കെ, ഇതാണിത് ന്യൂസായിട്ട് വരാനുള്ള എന്താണ് ഒരു റീസൺ. ഇനി എന്താണ് കാശ്മീരി ടെമ്പിൾ ആർക്കിടെക്ചർ? ദ കാശ്മീരി ടെമ്പിൾ ആർക്കിടെക്ചർ ഹാസ് യുണീക്ക് ഫീച്ചേഴ്സ് situated to local geography and are renowned for its exquisite stone carvings ആണ്. Due to its location on the important trade routes, the architectural style is inspired by many foreign sources എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ്? ടെമ്പിൾ മേക്കിംഗ് റീച്ചസ് ദ ഗ്രേറ്റ് ഹൈറ്റ് അണ്ടർ ദ റൂളേഴ്സ് ഓഫ് കർക്കോട്ട ഡൈനാസ്റ്റി ആൻഡ് ഉഡ്പാല ഡൈനാസ്റ്റി എന്നുള്ളവരുടെ പ്രത്യേകതയാണ്. ഇനി എന്താണ് ഇതിൻ്റെ മെയിൻ ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ഒന്ന് ട്രീഫോയിൽ ആർച്ചസ് ആണ്. എന്താണ്? ഗാന്ധാര ഇൻഫ്ലുവൻസ് എന്ന്. അതുപോലെ തന്നെ സെല്ലുലാർ ലേഔട്ട് ആൻഡ് എൻക്ലോസ്ഡ് കോർട്ട്യാർഡ് ഉണ്ട്. അതുപോലെ തന്നെ സ്ട്രെയിറ്റ് എഡ്ജ്ഡ് പിരമിഡ് റൂഫാണ്. കോളമൻ വാൾസ് ഗ്രീക്ക് ഇൻഫ്ലുവൻസസ്. ട്രയാങ്കിൾ പെഡിമെൻറ്റ്സ് ഗ്രീക്ക് ഇൻഫ്ലുവൻസസ്. റിലേറ്റീവ്ലി മോർ നമ്പർ ഓഫ് സ്റ്റെപ്സ് എന്നൊക്കെ ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് വണ്ണാണിത് നഞ്ചനാരായണൻ ആൻഡ് Kazhuveli Bird Sanctuary and the Tawa Reservoir as the new Ramsar sites. ഇതാണ് ഇത് ന്യൂസിൽ വരാനുള്ളൊരു കാരണം. എന്താണ്? റീസെൻ്റ്ലി ദ സെൻറ്റർ ഡിക്ലെയർ ദ നഞ്ചനാരായണൻ ബേർഡ് സാങ്ച്വറി ആൻഡ് ദ കുഴുവേലി ബേർഡ് സാങ്ച്വറി ഇൻ തമിഴ്നാടു ആൻഡ് തവ റിസർവോയർ ഇൻ ദ മധ്യപ്രദേശ് ആസ് ദ 3 ന്യൂ വെറ്റ്ലാൻഡ്സ് ആസ് റാംസാർ സൈറ്റ്സ്. ഓക്കെ, ഇതാണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം. ഇനി ആദ്യത്തേത് നഞ്ചനാരായണൻ ബേർഡ് സാങ്ച്വറി. ഓക്കെ, ഇതെവിടെയാണ് കാണുക? ഇതെന്താണ്? ഒരു ലാർജ് ഷാഡോ വെറ്റ്ലാൻഡ് ആണ്. നോർത്ത് ഈസ്റ്റേൺ ഉത്കുലി താലൂക്കിൽ തിരുപ്പൂർ ഡിസ്ട്രിക്ട് തമിഴ്നാട്ടിലാണ് കാണപ്പെടുക. അതുപോലെ തന്നെ എന്താണ്? ഇതാരാണ് റീസ്റ്റോർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കിങ് നഞ്ചനാരായണനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നത്. ഇതിൻ്റെ വലിപ്പം ഏകദേശം എത്രയാണ്? 125.865 hectares ആണ്. ദ ലേക്ക് റിലൈസ് ഓൺ ദ റെയിൻഫാൾ ഫ്രം നാലാർ ഡ്രൈനേജ് ആൻഡ് ഓൾസോ സപ്പോർട്ട്സ് അഗ്രികൾച്ചർ ആൻഡ് ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ആണ്. ആൻഡ് ഇറ്റ് ഹോസ്റ്റ് ബേർഡ് സ്പൈസസ് ലൈക്ക് ബാർ ഹെഡഡ് ഗൂസ്, നോർത്ത് ഷോളോവർ, സ്പോട്ട് ബിൽഡ് പിലീഷ്യൻ ആൻഡ് ഹാർണറി എന്നുള്ളതിൻ്റെ പ്രത്യേകതയാണ്. ആൻഡ് ഡെസിഗ്നേറ്റഡ് ആസ് തമിഴ്നാഡുസ് 7th ബേർഡ് സാങ്ച്വറി, ഇറ്റ് ഈസ് ആക്റ്റീവ്ലി പ്രൊട്ടക്റ്റഡ് ആൻഡ് മാനേജ്ഡ് ബൈ ദ ലോക്കൽ കമ്മ്യൂണിറ്റി ആൻഡ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളതിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ വരുന്നതാണ് ഇത് കൊഴുവേലി ബേർഡ് സാങ്ച്വറി. ഏകദേശം 5151.6 ഹെക്ടേഴ്സാണ് ഇത് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക. എവിടെയാണ്? കോറമാൻഡൽ കോസ്റ്റിലാണ് എന്ത് ചെയ്യുന്നത്? കാണപ്പെടുന്ന ഏത് ഡിസ്ട്രിക്റ്റാണ്? വില്ലുപുരം ഡിസ്ട്രിക്റ്റാണ്. നോർത്ത് ഓഫ് പോണ്ടിച്ചേരിയാണ് എന്ത് ചെയ്യുക? ഇത് കാണാൻ പറ്റുക എന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്.
This large Bakshik lake connected the Bay of Bengal via Uppkali Creek and the Edinitu estuary. It is the vital wetland and diverse water features like estuarine, creek fed bridges and freshwater basins ഇതിൻ്റെ പ്രത്യേകതയാണ്. In areas of brackish water, highly degraded mangrove patches containing Avicennia species are found. അതുപോലെ തന്നെ also in this area reed is found several hundred hectares എന്നുള്ളത് ഇതിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ വരുന്നതാണ് ഇത് തവ റിസർവോയർ. ഇതെവിടെയാണ്? തവ ആൻഡ് ധൻവ റിവേഴ്സ് നിയർ ദ ഇത്രേരി ടൗൺ വാസ് ദ ഒറിജിനലി ബിൽറ്റ് ഇൻ ദ ഇറിഗേഷൻ ആൻഡ് നൗ ആൾസോ സപ്പോർട്ട് പവർ ജനറേഷൻ ആൻഡ് അക്വാകൾച്ചർ എന്നുള്ളതാണ്. ദ റിസർവോയർ ലൈസ് വിത്തിൻ ദ സത്പുര ടൈഗർ റിസർവ് ആണ്, ബോർഡിംഗ് ദ സത്പുര നാഷണൽ പാർക്ക് ആൻഡ് ബ്രോഡി വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ്. ആൻഡ് റിവർ മലാനി, സുന്ധാര ആൻഡ് നാഗ്വാരി ആർ ദ മേജർ ട്രൈബ്യൂട്ടറീസ് ഓഫ് തവ റിസർവോയർ ആണ്. ആൻഡ് ദ തവ റിവർ, a left bank tributary, originates in the Mahedo hills of Chindwara district, flows through the Bitul district and meets the Narmada river in the Narmadapuram district എന്നുള്ളതിൻ്റെ പ്രത്യേകത. ഇറ്റ് ഈസ് ദ ലോങ്സ്റ്റ് ട്രൈബ്യൂട്ടറി ഓഫ് നർമ്മദ റിവർ എന്നുള്ള പ്രത്യേകതയാണ്. ഓക്കെ, ഇതെന്താണ്? ഇത് ഹോഴ്സ് സ്പോട്ടഡ് ആൻഡ് ഡിയർ ആൻഡ് പെയിൻറ്റഡ് സ്റ്റോക്സ് ഒക്കെ ഇതിൻ്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് ന്യൂസാണ് ഇത് ജിയോ പറാസി സ്കീം പോർട്ടൽ. എന്താണ് പറയുന്നത്? Recently, the Prime Minister for Minority Affairs launched the Geo Prayasi scheme portal to the facilities Parasi couples in applying for the Geo Parasi scheme. Okay, എന്താണ്? It is a central sectoral scheme implemented to address the declining the population of the Parsi community in India by using scientific protocol and structured interventions എന്നാണ്. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്? It will provide financial assistance to Parsi couple for the medical treatment under the standard medical protocol as well as the support for child care assistance to the department elderly എന്നാണ്. And the beneficiaries and applicants will be able to check the status of their application and will be able to receive financial assistance. അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൺലൈൻ ത്രൂ ദ ഡിസ്ട്രിക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ മോഡലാണ്. അതുപോലെ തന്നെ എന്താണ്? 2013-14 മുതലാണ് എന്ത് ചെയ്യുന്നത്? ഇത് നിലവിൽ വരുന്നതായി കാണാൻ പറ്റും. ഏകദേശം 400 പ്രാസി ചിൽഡ്രനെ എന്ത് ചെയ്തിട്ടുണ്ട്? സപ്പോർട്ട് ചെയ്തതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളത് ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഈ ഒരു പോർട്ടലിൻ്റെ എന്താണ്? പ്രത്യേകതയാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് വണ്ണാണ് ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് റിലേറ്റഡ് ടു ലേബർ കണ്ടീഷൻസ്. എന്താണ് പറയുന്നത്? ദ Confederation of Indian Textile Industry City and the International Labour Organization ILO have jointly launched the project titled Fundamental Principle and Right at Work FPRW. ഇതാണ് എന്താണ്? ഇത് ന്യൂസിൽ വരാനുള്ള എന്താണ്? ഒരു റീസൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നോക്കുകയാണെങ്കിൽ എന്താണ് പറയുന്നത്? ഏകദേശം 40% ഗ്ലോബൽ പോപ്പുലേഷൻ്റെ എന്താണ്? 40% എന്താണ്? ഒരു കാരണവശാലും ILO കൺവെൻഷൻ നമ്പർ 87 പ്രകാരം എന്ത് ചെയ്തിട്ടില്ല? റാറ്റിഫൈ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഓൺ ഫ്രീഡം ഓഫ് അസോസിയേഷൻ ഓഫ് കൺവെൻഷൻ നമ്പർ 80 ആ കളക്റ്റീവ്ലി ബാർഗനിങ് ആണ്. ആൻഡ് ഓൺ ആവറേജ് വുമൺ ആർ പെയ്ഡ് 23% ലെസ് ദാൻ മെയിൽ കൗണ്ടർ പാർട്സ് എന്നുള്ളത് എന്താണ്? ഓക്കെ, എന്താണ്? മെയിൽസിനേക്കാൾ 23% കുറവാണ് എന്നാണ് പറയുന്നത് ഇൻ മെനി കൺട്രീസ്. അതുപോലെ തന്നെ 152 മില്യൺ ചിൽഡ്രൻ ഏജ്ഡ് 15 to 17 ആണ് ഇൻ ചൈൽഡ് ലേബർ. എന്താണ്? ഏകദേശം 5 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള ആളുകൾ പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ചൈൽഡ് ലേബറിൻ്റെ ഭാഗമാണ്. നമുക്കറിയാം പല രാജ്യങ്ങളും അല്ലെ, ഇപ്പോൾ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ചൈൽഡ് ലേബറിനെ എതിർക്കുന്ന ആളുകളാണ്. പക്ഷേ ഇപ്പോഴും പറയുന്ന പല രാജ്യങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇന്ത്യയിലടക്കം നമ്മൾ എതിർക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യയിലടക്കം ചൈൽഡ് ലേബർ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിൽ തന്നെ ഈ 5 മുതൽ 17 വയസ്സുള്ള കുട്ടികൾ പലപ്പോഴും ഏതിൻ്റെ ഭാഗമാകുന്നുണ്ട് എന്നാണ് പറയുന്നത്? ചൈൽഡ് ലേബറിൻ്റെ എന്താണ്? ഭാഗമാകുന്നുണ്ട് എന്ന ILO റിപ്പോർട്ടിലായി കാണാൻ പറ്റും. അതിൽ പറഞ്ഞ 72 മില്യൺ ഓഫ് ദം ആർ ഇൻ ഹസാഡസ് വർക്ക്. അതായത് എന്താണ്? അതിൽ 72 മില്യൺ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹസാഡസ് ഇൻഡസ്ട്രീസിലാണ് വർക്ക് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ എന്താണ്? 80 മില്യൺ എന്താ ചെയ്യുന്നുണ്ട്? മിനിമം ഏജും കിട്ടാതെയാണ് വർക്ക് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ റിപ്പോർട്ടിൽ പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക്
കാണാൻ സാധിക്കും എന്നതാണ്. അതുപോലെ തന്നെ എന്താണ് 25 മില്യൺ പീപ്പിൾ ആർ വിക്ടിംസ് ഓഫ് ഫോഴ്സ്ഡ് ലേബർ എന്നുള്ളതാണ്. ഏകദേശം എന്താണ് 25 മില്യൺ ആളുകൾ ഏതിൻ്റെ ഭാഗമാണ്? ഫോഴ്സ്ഡ് ലേബറിൻ്റെ, അതായത് നിർബന്ധിത വേല എന്താണ് ചെയ്യേണ്ടി വരുന്നതെന്നും അതിലെന്താണ് 25% എന്താണ് ചിൽഡ്രൺ ആണ് എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് 15 മില്യണോളം ആളുകൾ മെയിൻലി വുമൺ ആൻഡ് ഗേൾസ് എന്താണ് ഫോഴ്സ്ഡ് മാരേജ്, അതുപോലെ തന്നെ അതൊക്കെ ഫോഴ്സ്ഡ് ലേബറിൻ്റെയൊക്കെ ഭാഗമായി മാറുന്നുണ്ട് എന്നും ഇതിൽ പറയുന്നുണ്ട്. ഈ റിപ്പോർട്ടിൽ പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റുമെന്നുള്ള ഏതിൻ്റെ പ്രത്യേകതയാണ്? ഈ റിപ്പോർട്ടിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് പറഞ്ഞത് മഹാനന്ദ റിവർ. എന്താണ്? ദ കോശി മെച്ചി റിവർ ലിങ്കിങ് പ്രൊജക്ട് പാർട്ട് ഓഫ് ഇന്ത്യാസ് ambitious national perspective plan for the interlinking rivers has become a point of conditions. Flood victims in Bihar have protested against the implementation എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ആ റിവറിനെ കുറിച്ച് നോക്കാം. എന്താണ് പ്രധാനമായിട്ടും പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുക? ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ഈസ്റ്റേൺ ഹിമാലയൻ റിവർ സിസ്റ്റം. ഇത് ഏതിൻ്റെ ഭാഗമാണ്? ഈസ്റ്റേൺ ഹിമാലയൻ റിവർ സിസ്റ്റത്തിൻ്റെ എന്താണ് ഭാഗമാണ് എന്നുള്ളതാണ്. ദ മഹാനന്ദ റിവർ കൺസിസ്റ്റ് ഓഫ് 2 streams. ഇതിന് 2 streams ഉണ്ട്. വൺ റൈസ് ഇൻ ദ ഹിമാലയൻ നേപ്പാൾ ഫ്ലോസ് ത്രൂ ബീഹാർ ആണ് ആൻഡ് മീറ്റ്സ് ദ ഗംഗ ഫ്രം നോർത്ത് ആണ്, ലോക്കലി നെയ്മഡ് ഫ്ലുവൻസർ. ഇനി അതർ റൈസസ് ഡാർജിലിംഗ് വെസ്റ്റ് ബംഗാൾ എൻട്രീസ് ബംഗ്ലാദേശ് ആണ് ആൻഡ് മേർജസ് വിത്ത് ദി ഗംഗ നിയർ ഗോതർഹാറ്റ് ബംഗ്ലാദേശ് നോൺ ആസ് മഹാനന്ദ എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ സാധിക്കാം. ഇനി ഇതിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ എന്താണ്? സ്ട്രെച്ചസ് ഓവർ ദ സബ് ഹിമാലയൻ റീജിയൻ ഓഫ് നേപ്പാൾ ആൻഡ് വെസ്റ്റ് ബംഗാളിലാണ് കാണാൻ പറ്റുക. വൺ ഓഫ് ദ ഹയസ്റ്റ് റെയിൻഫോൾ റീജിയൻസ് ആണ് ഇന്ത്യയിലെ. ഇനി ഫ്ലഡിങ് നോക്കുകയാണെങ്കിൽ എന്താണ്? ദ സ്ട്രീംസ് ഓഫ്റ്റൻ കമ്പൈൻ ഡ്യൂറിങ് ദ പീക്ക് മൺസൂൺസ് മന്ത് ലീഡിങ് ടു സിഗ്നിഫിക്കൻറ്റ് intention in Bihar and West Bengal. Flooding is exacerbated when the Ganga is at the peak, causing extensive water lodging affected distance ആണ് like Purana and Khatyar in Bihar and Darjeeling ആണ്. വെസ്റ്റ് ദിംഗാപൂർ ആൻഡ് മൽഡിയ ഇൻ വെസ്റ്റ് ബംഗാൾ എന്നുള്ളതൊക്കെ ഏതിൻ്റെ പ്രത്യേകതയാണ്? ഇത്തരം സ്ഥലങ്ങളിലൊക്കെ എന്ത് ബാധിക്കുന്നുണ്ട് എന്നാണ്? ഫ്ലഡിങ് ബാധിക്കുന്നുണ്ട് എന്ന് പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണിത് ഗ്ലോബൽ ട്യൂബർകുലോസിസ് റിപ്പോർട്ട്. എന്താണ് പറയുന്നത്? സബ് ക്ലിനിക്കൽ ട്യൂബർകുലോസിസ് TB ഈസ് എ ഗ്രോയിങ് കൺസേൺ ഇൻ ഇന്ത്യയാണ്. ഇതാണ് ഇത് ന്യൂസിൽ വരാൻ കാരണം. എന്താണ് പറയുന്നത്? കോൺട്രിബ്യൂട്ടിംഗ് ടു സ്ലോ ഡിക്ലൈനിങ് TB ഇൻസിഡൻസ് റേറ്റ്സ് ഡിസ്പൈറ്റ് അഡ്വാൻസസ് ഇൻ ഡിറ്റൻഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, ഇതാണ് ഇത് ന്യൂസിൽ വരാനുള്ളൊരു കാരണം. ഓക്കെ, ഓൾറെഡി നമ്മൾ ഒരു വട്ടം ഇതിനെക്കുറിച്ച് കറണ്ട് അഫെയർസിൽ നമ്മൾ ട്യൂബർകുലോസിസിനെ കുറിച്ച് ചെയ്താണ്. ഓൾറെഡി ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നില്ല, ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മുടെ മെറ്റീരിയൽ ഒന്ന് എന്ത് ചെയ്യുക നോക്കുക, ഓൾറെഡി നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് ഇത് വോൾബ ചൈന ഇൻഫെക്റ്റഡ് മോസ്കിറ്റോസ് ഫോർ ഡെങ്കു കൺട്രോൾ ആണ്. എന്താ പറയുന്നത്? ഡെങ്കു ഫീവർ ഓർ ചിക്കൻ ഗുനിയ ആൻഡ് സിയ വൈറസ് റെപ്രസെൻറ്റ്സ് മേജർ പബ്ലിക് ഹെൽത്ത് ചലഞ്ചസ് ഇൻ ഇന്ത്യ ലീഡിങ് ടു കൺസിഡറബിൾ എക്കണോമിക് ലോസസ് ആൻഡ് ഹെൽത്ത് കെയർ ബേർഡൻസ് എന്നുള്ളതാണ്. ഓക്കെ, മോസ്കിറ്റോസിൻ്റെ പല ടൈപ്പ് ഉണ്ട്. ഒന്നെന്താണ്? ഏഡസ്. എന്താണ് ഏഡസ് എന്ന് പറയുന്നത്? ഇത് പ്രധാനമായിട്ടും പരത്തുന്ന ചിക്കൻ ഗുനിയ, ഡെങ്കു, ലിംഫറ്റിക് ഫൈലിയറിസിസ്, റിഫ്റ്റ് വാലി ഫീവർ, യെല്ലോ ഫീവർ, സിക്കയാണ്. ആൻഡ് പിന്നെ വരുന്ന ഒന്നാണ് ഏതെന്ന് വിളിക്കുന്നത്? അനോഫെലസ്. എന്താണ് ഇതെന്താണ് ചെയ്യുന്നത്? ലിംഫസിസ് മലേറിയയാണ്. പിന്നെ വരുന്നത് ക്ലക്സ്. ഇതോ ജാപ്പനീസ് എൻസിഫലൈറ്റിസ്, അതുപോലെ തന്നെ ലിംഫസിറ്റിക് ഫിലിയേസസ്, വെസ്റ്റ് നൈൽ ഫീവറൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇവർ പരത്തുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വണ്ണാണ് ഏത്? ഇന്ത്യാസ് ഇനീഷ്യേറ്റീവ് റിലേറ്റഡ് ടു വുമൺ സേഫ്റ്റി. എന്താണ്? ദ റീസെൻറ്റ് റേപ്പ് ആൻഡ് മർഡർ ഓഫ് ടെറൈൻസ് ഡോക്ടർ ഇൻ കൊൽക്കത്ത ഹാവ് റിസൈൻഡ് ദ നാഷണൽ വൈഡ് concerns about women's safety and intensified protest by healthcare workers who have now calling for a central law to protect them എന്നുള്ളതാണ്. ഓക്കെ, എന്താണ്? വാട്ട് ആർ ദ ഇനീഷ്യേറ്റീവ് റിലേറ്റഡ് ടു വുമൺ സേഫ്റ്റി ആണ്. ഒന്ന് ഏതാണ്? ഇൻ്റർനാഷണൽ കൺവെൻഷൻസ് ആണ്. എന്താണ്? ഇന്ത്യ റാറ്റിഫൈഡ് കീ ഇൻ്റർനാഷണൽ കൺവെൻഷൻസ് ഇൻക്ലൂഡിംഗ് ദ കൺവെൻഷൻ ഓൺ എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് വുമൺ ഇൻ 1993. അതുപോലെ തന്നെ എന്താണ് നമ്മൾ പാസ്സാക്കിയ മറ്റൊരു നിയമമാണ് 1956 ദ ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട്. എന്താണ്? പ്രൊഹിബിഷൻ ഓഫ് സെക്സ് വർക്കേഴ്സ്, ട്രാഫിക്കിംഗ് ഓഫ് പേഴ്സൺസ് ഫോർ പ്രോസ്റ്റിറ്റ്യൂഷൻ ആണ്. പിന്നെ വരുന്നതാണ് ഇൻസിഡൻറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വുമൻസ് ആക്ട് 1986. എന്താണ്? പ്രൊഹിബിറ്റ്സ് ഇൻസിഡൻറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വുമൻസ് ഇൻ അഡ്വർടൈസ്മെൻറ്റ് ആൻഡ്
പബ്ലിക്കേഷൻസ് ആണ്. പിന്നെ വരുന്ന നാഷണൽ പോളിസി ഫോർ ദ എംപവർമെൻറ്റ് ഓഫ് വുമൺ 2001 ആണ്. എന്താണ് എയിംസ് ഫോർ വുമൻസ് അഡ്വാൻസ്മെൻറ്റ് ആൻഡ് എംപവർമെൻറ്റ് അഡ്രസ്സിംഗ് ദ വയലൻസ് എഗെയിൻസ്റ്റ് ദ വുമൺ ആൻഡ് പ്രൊവൈഡിങ് മെക്കാനിസം ഫോർ പ്രിവെൻഷൻ അസിസ്റ്റൻസ് ആൻഡ് ആക്ഷൻ ആണ്. ആൻഡ് 11th 5-year പ്ലാൻ 2011 to 12 വരെ എന്താണ് അക്നോളജിങ് വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ ആസ് ദ മേജർ ഇഷ്യൂസ് ഫോക്കസിങ് ഓൺ ഡൊമസ്റ്റിക് വയലൻസ് ആൻഡ് റേപ്പിനെതിരായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതൊക്കെ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കാണാൻ പറ്റും. പിന്നെ വരുന്നതാണ് ഇത് പ്രൊട്ടക്ഷൻ ഓഫ് വുമൻസ് ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 ആണ്. എന്താണ് പ്രൊവൈഡ് സപ്പോർട്ട് ഫോർ വുമൺ വിക്ടിംസ് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് ഇൻക്ലൂഡിംഗ് ഷെൽട്ടർ ആൻഡ് മെഡിക്കൽ ഫെസിലിറ്റീസ് മാൻഡേറ്ററി പ്രൊട്ടക്ഷൻ ഓഫീസേഴ്സ്. അതുപോലെ തന്നെ എന്താണ് സെക്ഷൽ ഹറാസ്മെൻറ്റ് ഓഫ് വുമൺ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ ഓഫ് പ്രൊഹിബിഷൻ ആൻഡ് റെഡ്രസൽ. ദാറ്റ് മീൻസ് പോഷ് ആക്ട് 2013. ദ പോഷ് ആക്ട് അഡ്രസ്ഡ് സെക്ഷൽ ഹറാസ്മെൻറ്റ് ഫേസ് ബൈ വുമൺ ആണ് വർക്ക് പ്ലേസ്. അതിൽ അവർക്ക് സേഫ്റ്റി കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. പിന്നെ വരുന്നതാണ് ഇത് ക്രിമിനൽ ലോ അമെൻമെൻറ്റ് ആക്ട് 2013 എന്താണ് ഇനാക്റ്റഡ് ഫോർ ദ എഫക്റ്റീവ് ലീഗൽ ഡിറ്ററൻസ് അഗൈൻസ്റ്റ് സെക്ഷൽ ഒഫൻസ്. അതുപോലെ ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ മിഷനാണ് വരുന്നത്. JNNURM എന്താണ് റെക്കമെൻഡ്സ് ഇൻകോർപ്പറേറ്റിംഗ് ജെൻഡർ കൺസിഡറേഷൻ ഇൻ അർബൻ ഡെവലപ്മെൻറ്റ് ടു എൻഹാൻസ് സേഫ്റ്റി ഫോർ വുമൺ ആണ്. ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് പോക്സോ ആക്ട് 2012 എന്താണ് protect the children from sexual offences providing a legal framework for their protection and ensuring strict penalties for offenders ആണ് ഇതിൽ പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്രയും നിയമങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് എന്താണ് നമ്മൾ പാസ്സാക്കിയതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക കാണാൻ പറ്റുക. അതുപോലെ വുമൺ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊണ്ടുവന്ന മൊബൈൽ ആപ്പുകളാണ് ഇത്. ഒന്ന് സുരക്ഷ എന്താണ് designed to provide women with a quick and easy way to send distress signals and their location to the police and case of an emergency. പിന്നെ വരുന്നതാണ് ഇത് അമൃത പേഴ്സണൽ സേഫ്റ്റി സിസ്റ്റം എന്താണ് വേരിയബിൾ ഡിവൈസസ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഫാമിലി ആൻഡ് പോലീസ് വിത്ത് യു എമർജൻസി ആപ്പ് ദാറ്റ് സെൻസ് അലേർട്ട് ടു കോൺടാക്റ്റ് ആണ്. പിന്നെ വരുന്നതാണ് ഇത് ന്യൂസാണ് ഇത് പനാമ കനാൽ എന്താണ് പറയുന്നത് ദ പനാമ കനാൽ a critical global shipping lane is facing significant challenges due to prolonged drought and conditions exacerbated by climate change ആണ്. ഇതാണ് പനാമ കനാൽ എന്ന് വിളിക്കുന്നത്. ഇതാണ് സ്റ്റാർട്ട് എന്താ വെസൽ പേസ് ദ ടോ ട്രാൻസിറ്റ് ത്രൂ ദ ഗണ്ടൻ ലോക്സ്. പിന്നെ വരുന്നതാണ് ഗണ്ടൻ ലോക്സ് എന്താണ് ഇൻ ദീസ് ലോക്സ് ദ വേഴ്സൽ ഈസ് റൈസ് ടു 26 meters above the sea level to the ലൈഫ് ഓഫ് ഗാർഡൻ ലേക്ക് ആണ്. പിന്നെ വരുന്നതാണ് എന്ത് ഗുട്ടൻ ലേക്ക് എന്താണ് the vessel enters the Kutam Lake and the navigate 34 until Kaltiria Cult. പിന്നെ വരുന്ന അടുത്ത ഭാഗമാണ് കൾട്ടീരിയ കട്ട് എന്താണ് ദ കൾട്ടീരിയ കട്ട് ദ ട്രാൻസിറ്റ് 13.7 കിലോമീറ്റർ until മൈഗർ ലോക്സ് ആണ്. ആൻഡ് പിന്നെ വരുന്നതാണ് ഏത് പീരിയോഡിക് മൈഗർ ലോക്സ് എന്താണ് ഇൻ ദ പീരിയോഡിക് മൈഗർ ലോക്സ് ഈസ് ദ വെസൽ ദാറ്റ് ലോവേർഡ് 1 step ദ ലെവൽ ഓഫ് മൈറ ഫ്ലവേഴ്സ് ലേക്ക് ആണ്. ആൻഡ് പിന്നെ വരുന്നതാണ് ഏത് മിർഫ്ലവേഴ്സ് ലേക്ക് എന്താണ് ദ വെസൽ നാവിഗേറ്റ് 1.6 കിലോമീറ്റർ അണ്ടർ ദ നെക്സ്റ്റ് ലോക്ക്. ആൻഡ് 7 ആണ് ഇത് മിറ ഫ്ലവേഴ്സ് ലോക്ക് എന്താണ് ദ വെസൽ ഈസ് ലോവേർഡ് ടു സ്റ്റെപ്സ് ദ ലെവൽ ഓഫ് ദ പസഫിക് ഓഷ്യൻ. ആൻഡ് ലാസ്റ്റ് വൺ ആണ് ഫിനിഷിംഗ് പോയിന്റ് എന്താണ് ദ വെസൽ റീച്ചസ് ദ പസഫിക് ഓഷ്യൻ ആൻഡ് ഫിനിഷസ് ദ ഇറ്റ്സ് ട്രാൻസിറ്റ്സ് ത്രൂ ദ പനാമ കനാൽ എന്നുള്ളതാണ്. ക്ലിയർ? ഇതാണ് പസഫിക് ഓഷ്യൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ്. നെക്സ്റ്റ് വൺ ആണ് ഇത് ക്യാൻസർ എന്താണ് ന്യൂസ് A recent study published in the journal Cancer predict that global cancer cases in men will increase by 84.3% and the number of cancer deaths will be increased by 93.2% by the 2015 compared to the 2022 estimates. എന്താണ് ക്യാൻസർ ഇറ്റ് ഈസ് ദ കോംപ്ലക്സ് ആൻഡ് ബ്രോഡ് ടേം യൂസ്ഡ് ഡിസ്ട്രക്റ്റീവ് എ ഗ്രൂപ്പ് ഓഫ് ഡിസീസ് characterized by the uncontrolled growth and spread of the abnormal cells in the body. These abnormal cells known as the cancer cells have the ability to invade and destroy healthy tissues and organs. In a healthy body, cells grow, divide and die the regulated manner allowing for the normal functioning of tissues and organs. And however, in the case of cancer, certain genetics mutations or abnormalities disrupt this normal cell cycle causing cells to divide and go uncontrollably എന്നുള്ളതാണ്. ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ നോക്കിയത്
ഇനി എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്ന ഇനീഷ്യേറ്റീവ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ദ യൂണിയൻ ബഡ്ജറ്റ് 2024-25 the government exempted 3 cancer medicines, Tromsa, Dextran, Ozimet and Druvalam from the customs duty, and the interim budget 2024-25 encouraged the vaccination of girls aged 9 to 14 years to the prevent cervical cancer, അതുപോലെ national program for prevention and control of cancer, diabetics, cardiovascular diseases and stroke, അതുപോലെ തന്നെ എന്താണ് നാഷണൽ ഗ്രിഡ്, അതുപോലെ തന്നെ എന്താണ് നാഷണൽ ക്യാൻസർ അവയർനെസ് അവാർഡ്, അതുപോലെ തന്നെ HPV വാക്സിൻ, അതുപോലെ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റേഴ്സൊക്കെ ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഇത് നാഷണൽ ഫിലിം അവാർഡ്സ് 2022. എന്താണ് ന്യൂസ്? റീസെൻ്റ്ലി ദ വിന്നേഴ്സ് ഓഫ് ദ 17th നാഷണൽ ഫിലിം അവാർഡ് for 2022 were announced by the Ministry of Information and Broadcasting എന്നുള്ളതാണ്. നോക്കാം ഏതൊക്കെയാണ് കീ അവാർഡ്സ്. ഒന്ന് ബെസ്റ്റ് ഫീച്ചർ ഫിലിം ആട്ടം ദ പ്ലേ ഡയറക്റ്റഡ് ബൈ ആനന്ദ് അകർഷി. ദ ബെസ്റ്റ് നോൺ ഫീച്ചർ ഫിലിം അയന മിറ ഡയറക്റ്റഡ് ബൈ സിദ്ധാർത്ഥ് സറിൻ. ബെസ്റ്റ് പോപ്പുലർ ഫിലിം പ്രൊവൈഡിംഗ് ഹോൾസം എൻ്റർടൈൻമെൻറ്റ് കാന്താര. ദ ബെസ്റ്റ് ആക്ടർ ഇൻ ദ ലീഡിംഗ് റോൾ ഋഷഭ് ഷെട്ടി ഫോർ കാന്താര. ബെസ്റ്റ് ആക്ട്രസ് ഇൻ ദ ലീഡിംഗ് റോൾ നിത്യ മേനോൻ ഇൻ ദ തിരുച്ചിറബാലം. ആൻഡ് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ പവൻ രാജി മൽഹോത്ര. ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ് നീന ഗുപ്ത. ആൻഡ് ബെസ്റ്റ് ഫിലിം ഇൻ ദ AVGC ആനിമേഷൻ വിഷ്വൽ എഫക്റ്റ് ആൻഡ് ക്യാമ്പിംഗ് ഓൺ ബ്രഹ്മാസ്ത്ര പാർട്ട് 1 ശിവ. ആൻഡ് ബെസ്റ്റ് ബുക്ക് ഓൺ സിനിമ കിഷോർ കുമാർ ദ അൾട്ടിമേറ്റ് ബയോഗ്രഫി ഓതറൈസ്ഡ് ബൈ അരുണിത ഭട്ടാചാര്യ ആൻഡ് ദ. ഓക്കെ, ഇനി നെക്സ്റ്റ് ന്യൂസ് എന്താണ് പറയുന്നത് നമുക്ക് നോക്കി നോക്കാം. എന്താണ്? ന്യൂ പാർലമെൻ്ററി കമ്മിറ്റീസ് ഫോംഡ് ഫോർ 2024-25 ആണ്. എന്താണ്? ദ റീസെൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് 6 ന്യൂ പാർലമെൻ്ററി കമ്മിറ്റീസ് ബൈ ലോക്സഭ സ്പീക്കർ മാർക്ക് സ്ട്രേറ്റ് മൂവ് ഇൻ ദ ഓവർസീയിങ് ഗവൺമെൻറ് ഫങ്ഷൻസ് ആണ്. ദീസ് കമ്മിറ്റീസ് ഇൻക്ലൂഡിങ് ഏതൊക്കെയാണ് വരുന്നത്? ഒന്ന് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി PAC ഓവർസീയിങ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. എസ്റ്റിമേറ്റ് കമ്മിറ്റി എക്സാമിൻ ദ ഗവൺമെൻറ് സ്പെൻഡിങ് ആൻഡ് എൻഷുറിങ് എഫിഷ്യൻസി. അതുപോലെ തന്നെ പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്പനി ഫോക്കസിംഗ് ഓൺ ദ പെർഫോമൻസ് ഓഫ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ആൻഡ് കമ്മിറ്റി ഫോക്കസ്ഡ് ഓൺ ദ വെൽഫെയർ ഓഫ് അതർ ബാക്ക്വേർഡ് ക്ലാസസ് OBCs, ഷെഡ്യൂൾഡ് കാസ്റ്റ് SCs ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് STs. അതുപോലെ തന്നെ പാർലമെൻ്ററി കമ്മിറ്റീസ് ഒറിജിനേറ്റിംഗ് ഫ്രം ദ ബ്രിട്ടീഷ് പാർലമെൻ്റ് ആണ്. ഇൻ ഇന്ത്യ ഡിറൈവ് ദയർ അതോറിറ്റി ഫ്രം ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 105 ആണ്. ഓക്കെ, പവേഴ്സ് ആൻഡ് പ്രിവിലേജസ് ആർട്ടിക്കിൾ 118 കാണാൻ പറ്റിയ റെഗുലേഷൻസ് ഓഫ് ബിസിനസ് എന്നുള്ളതിൽ. ക്ലിയർ? നെക്സ്റ്റ് വണ്ണാണ് ഇത് ഒളിമ്പിക്സ് ഫൈനൽ. ന്യൂസ് റിലേറ്റഡുമായി വന്നിട്ടുണ്ട്. ഓക്കെ, ഒളിമ്പിക്സിൻ്റെ ആൻഷ്യൻ്റ് ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്? ഗ്രീസിലെ ഒളിമ്പിയ എന്നാണ് 77-6 സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ എന്ത് ചെയ്യുന്നത്? ഇത് ഗ്രീക്ക് കൾച്ചറുമായി ബന്ധപ്പെട്ടവർക്കാണ്. ഇതിൽ പ്രധാനമായിട്ടും റണ്ണിങ്, ബ്രസ്റ്റിംഗ്, ചാരിയറ്റ് റേസിംഗ് ഒക്കെയാണ് കാണാൻ പറ്റുക. ഇതെന്ത് ചെയ്യുന്നുണ്ട്? 393 AD എന്ത് ചെയ്യുന്നുണ്ട്? എംപറർ ഇത് വേണ്ടാന്ന് വയ്ക്കുന്നുണ്ട്. പിന്നെ മോഡേൺ ഹിസ്റ്ററിയിലേക്ക് വരികയാണെങ്കിൽ ലേറ്റ് 19th സെഞ്ചുറിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? പിർഡെക് ഇതെന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും ഫൗണ്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് മോഡേൺ ഒളിമ്പിക് ഏതൻസ് ഗ്രീസിൽ തന്നെയാണ് വീണ്ടും നടക്കുന്നത്. അപ്പോൾ 1896. ഇനി അപ്കമിങ് വരുന്നത് ഏതൊക്കെയാണ്? വിൻ്റർ ഒളിമ്പിക്സ് ഉണ്ട് 2026 ഇറ്റലിയിലാണ്. സമ്മർ ഒളിമ്പിക്സ് 2008 USA. സമ്മർ ഒളിമ്പിക് 2032 എന്താണ്? ഓസ്ട്രേലിയ. ഇന്ത്യൻസ് ടു ഹോസ്റ്റ് ഒളിമ്പിക്സ് ഗെയിം 2036 എന്നുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ ലോഗോ എന്താണ്? 5 ഇൻ്റർലോക്കിംഗ് റിങ്സ് ഓഫ് ബ്ലൂ, യെല്ലോ, ബ്ലാക്ക്, ഗ്രീൻ ആൻഡ് റെഡ് കളേഴ്സ്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് റെപ്രസെൻറ്റ്സ് എന്ന് പറയുന്നത് 5 കോണ്ടിനെൻറ്റ്സ് ആൻഡ് മീറ്റിംഗ് ഓഫ് ദ വേൾഡ് അത്ലറ്റ്. മോർട്ടണിലാണ് സിറ്റഡ് അൽറ്റസ് ഫോർച്യൂസ്. കമ്മ്യൂണിക്കേറ്റർ ഫാസ്റ്റർ ഹയർ സ്ട്രോങ്ങർ ടുഗദർ. കമ്മ്യൂണിക്കേറ്റർ വാസ് ആഡഡ് ഇൻ 2021. ഇനി ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി എപ്പോഴാണ്? 1894 വരുന്നത്. ഗാർഡിയൻ ഓഫ് ഒളിമ്പിക്സ് ഗെയിംസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഹെഡ് ക്വാർട്ടേഴ്സാണ് ലോസനോ, സ്വിറ്റ്സർലാൻഡിലാണ്. 71 പ്ലേസ് ആണ് ഇൻ ടാലി, ഡിക്ലൈൻ ഫ്രം 48th പ്ലേസ് ഇൻ ടോക്കിയോ 2020. നമുക്ക് പ്രധാനമായി കിട്ടിയത് നീരജ് ചോപ്രയ്ക്ക് സിൽവർ ആണ് മെൻസ് ജാവലിൻ ത്രോ. മനു ഭാസ്കർ ആൻഡ് സർബജ് സിംഗ് ആണ് ബ്രോൺസ് ആണ്. 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീമാണ്. ആൻഡ് സോനി കുസ്ലെ ബ്രോൺസ് ആണ് മെൻസ് 50 മീറ്റർ റൈഫിളാണ്. ഇന്ത്യൻ ഹോക്കി ടീം ബ്രോൺസ് ആണ് മെൻസ് ഹോക്കിയാണ്. മനു ഭാസ്കർ ബ്രോൺസ് ആണ് വുമൻസ് 10 മീറ്റർ എയർ പിസ്റ്റൾ ഇവൻ്റാണ്. അമൻ ഷാട്ട് ബ്രോൺസ് ആണ് വെസ്റ്റിംഗ് മെൻ 57 kg ഫ്രീ സ്റ്റൈലാണ്. 1927 എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ വരുന്നത്. ഓക്കെ, ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്? ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ്, CWGയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്?
പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസാണ് എന്താണ് മലേഷ്യ. എന്താണ് മലേഷ്യ ന്യൂസിൽ വരാൻ കാരണം? ഇന്ത്യ ആൻഡ് മലേഷ്യ ഹാവ് റീസെൻ്റ്ലി ടേക്കൺ സിഗ്നിഫിക്കൻറ്റ് സ്റ്റെപ്പ് ടു ഇവലേറ്റ് ദെയർ റിലേഷൻഷിപ്പ് ബൈ അപ്ഗ്രേഡിംഗ് ടു എ കോംപ്രഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പാണ്. ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്? സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലാണ്. ഡിവൈഡിങ് ടു പെനിസുല മലേഷ്യ ആൻഡ് ഈസ്റ്റ് മലേഷ്യ സെപ്പറേറ്റഡ് ബൈ സൗത്ത് ചൈന സീ ആണ്. ക്യാപിറ്റൽ കുലുസ ലാംബോ ആണ്. ഹയസ്റ്റ് പോയിൻ്റ് ഏതാണ്? മൗണ്ട് കിൻബാലു. ഏകദേശം 13,455 ഫീറ്റാണ്. ഏകദേശം 4,101 മീറ്റേഴ്സാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. മേജർ മൗണ്ടൻ റേഞ്ചസ് ഏതൊക്കെയാണ്? മെയിൻ റേഞ്ച് ക്രോക്കർ വിൻറ്റേജ് ഹോഴ്സ് ആണ്. മേജർ റിവേഴ്സ് രാജ്ഗംഗ്, സുജത്, പലാങ് കലാങ് ആണ്. നാച്ചുറൽ ഏതാണ്? ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്, പാർട്ട് ഓഫ് ദ വേൾഡ്സ് 70 മെഗാ ഡൈവേഴ്സ് കൺട്രീസ്, ഹോം ടു സ്പേസസ് ലൈക്ക് മലേഷ്യൻ ടൈഗേഴ്സ്, പെയ്മെൻറ്റ് എലിഫൻറ്റ്സ് ആൻഡ് ബ്രൗണിയൻ ഓർഗൻസ് ആണ്. ആൻഡ് മലേഷ്യ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയാണ്. ഇൻഡിപെൻഡൻസ് കിട്ടുന്നത് എപ്പോഴാണ്? 1957 ഫ്രം UK. ഇനി പെനിസുല മലേഷ്യ എന്ന് പറയുന്നത് ഷെയർസ് എ ലാൻഡ് ആൻഡ് മാരിടൈം ബൗണ്ടറി വിത്ത് ദ തായ്ലാൻഡ് ആൻഡ് മാരിടൈം ബോർഡേഴ്സ് വിത്ത് സിംഗപ്പൂർ, വിയറ്റ്നാം ആൻഡ് ഇന്തോനേഷ്യ എന്നുള്ളതാണ്. ക്ലിയർ? ആൻഡ് ഓക്കെ, അപ്പോൾ എന്താണ് നെക്സ്റ്റ് ന്യൂസ് എന്താണ്? എ റീസെൻറ്റ് സയൻറ്റിഫിക് സ്റ്റഡി ഓൺ ലാൻഡ് യൂസ് ഡൈനാമിക്സ് ഇൻ ദ Aravallis has highlighted that the ongoing destruction of the hills has resulted in significant biodiversity loss, soil degradation and reductive vegetation cover. ഇനി ഇതിൻ്റെ അബൌട്ട്സ് നോക്കാം. എന്താണ്? ദ ആരവല്ലി റേഞ്ച് എക്സ്റ്റെൻസ് ഫ്രം ഗുജറാത്ത് ടു ഡൽഹി ത്രൂ രാജസ്ഥാൻ, 692 കിലോമീറ്റർ ഇൻ ലെങ്ത് ആൻഡ് varies between 10 to 120 കിലോമീറ്റർ ഇൻ width ആണ്. The range acts as the natural green wall with 80% located in Rajasthan and 20% in Haryana, Delhi and Gujarat. And the Aravalli mountains are divided into two main ranges, the Sambar Zirohi range and the Sambar Khetri ranges in Rajasthan, where their extension is about 560 km. It serves as an ecostone between the Thar desert and the Gangetic plain, and ecostones are areas where to be more ecosystem biological communities or biotic regions meet. Guru Sikhar, Rajasthan, the highest peak in the range, reaches an elevation of 1722 meters. Next current affair on the New Space India Limited. The Indian Space Research Organization ISRO successfully launched the third development flight, the small satellite launch vehicle SSLV. NSIL is wholly owned government of India company under the administrative control of Department of Space ആണ്. DOS. The major business area NSDL എന്ന് പറയുന്നത് production of polar satellite launch vehicle PSLV and small satellite launch vehicle SSLV for industry ആണ്. The production and marketing for space based services including launch services and space based applicants like transponder leasing, remote sensing and mission support services ആണ്. ഈ building of satellite എന്ന് പറയുന്നത് both communication and earth observation as per user requirements ആണ്. Transfer of technology development by ISRO centers, unit and the constrainment institutions of Department of Space. Okay. Next news ആണ് ഇത്. One nation, one location എന്താണ്? Recently, the Ministry of Road Transport and Highways announced plans to centralize all transportation system, roadway, railway, airways, waterways and ropeways into single hubs and terminals across India to streamline and enhance passenger convenience ആണ്. എന്താണ് പറയുന്നത്? This terminal will serve as the one-stop solution connecting various modes of transport, catering 80% of passenger traffic that moves via roads in the country. It will reduce urban congestion and improve economic activity through the creation of city centers, and it will also facilitate easy transfers between the different modes of transport. And two pilot hubs will be developed in Khatra, Tirupati, along with the another two in Varanasi and Nagpur to the National Highways Logistic Management. Okay. And NHLM എന്ന് പറയുന്നത് is responsible for spreading pivotal initiative aimed to improving transport logistic infrastructure and asset monetization ആണ്. Next one, casting couch ആണ്. എന്താണ്? Recently, the Hema Committee report in the Malayalam film industry was released. It has revealed alarming the instance of sexual abuse, gender discrimination and enhanced treatment of women in the Malayalam film industry. Casting couch എന്ന് പറഞ്ഞാൽ എന്താണ്? It refers to practice the
entertainment industry where individuals, usually women, are expected to provide sexual favors in exchange for job opportunities, particularly acting roles. This unethical exploitative practice involves a person in a position of power such as director, producer or casting agent using their authority to court to pressure aspiring actors into compromising situations, and the term highlights the abuse of power and the exploitation that can occur the casting process with the film, television and broader entertainment industries എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് വണ്ണാണ് ഇത് മെൻ്റൽ ഹെൽത്ത് ഇൻ ഇന്ത്യ. എന്താണ്? ദ റീസെൻറ്റ് റിപ്പോർട്ട് ബൈ നാഷണൽ ടാസ്ക് ഫോഴ്സ് ഓൺ മെൻ്റൽ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഓഫ് ദ മെഡിക്കൽ സ്റ്റുഡൻസ് 2024 released by the National Medical Commission NMC highlight troubling statistics about the mental health of medical students in India. എന്താണ് പറയുന്നത്? നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എന്താണ്? ഇറ്റ് ഈസ് ദ അപ്പെക്സ് റെഗുലേറ്ററി ഫോർ ബോഡി മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് പ്രാക്ടീസസ് ഇൻ ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2020 to replace the Medical Council of India MCI. It consists of 4 autonomous boards and a medical advisory council responsible for overseeing major screening tests such as NEET UG, regulating the medical education and training, registration and ethics practitioners, and assessment and rating of institutions. NMC has achieved the prestigious World Federation for Medical Education recognition, ensuring global reorganization of its medical degrees. Next one, 113th anniversary of Natal Indian Congress. എന്താണ്? Recently, 22nd August 2024 marked the 100th foundation year of National Indian Congress, which has established in August 1894 based on proposal by Mahatma Gandhi in 22nd May 1894. എന്താണ് Nadal Indian Congress? Nadal Indian Congress was the first Indian Congress established and founded by Mahatma Gandhi in 1894 to fight against discrimination faced by Indian Nadal provinces of South Africa. From the 1920s, the NIC operated under the South African Congress. The organization underwent the shift towards more radical leadership in 1930s, 40s with the emergence of Dr. G.M. Naikar, who became its leader in 1945. The NIC increases military lead to imprisonment of several leaders by 1950s and 60s. Despite that being officially banned, the representation and harassment lead to the NIC had activities until its revival in 1971 with the focus civic worker. And mid-1980s, the NIC was key performing the United Democratic Front, and the UDF Global was established, non-racial United South Africa. And Shivalichu violence of Russia volcano. എന്താണ്? Recently, Shivalichu volcano in Russia erupted after 7.0 magnitude earthquake struck the eastern coast of the country. എന്താണ് ന്യൂസ്? ഇതെന്താണ്? എപ്കോ volcano on the Kuri Island also released the atmosphere. Shivalichu volcano is the large and active volcano in Kamchatka Peninsula, Russia. Its summit has broad caldera, a large crater that was formed during past eruption. In November 1952, the devastating 9.0 magnitude earthquake in the Kamchatka caused the significant damage and triggered a tsunami in Hawaii. They were located in Russia, Far East, and extends into Pacific Ocean and spreading the Sea of Okhotsk from the Bering Sea of Protection of Ocean. അതുപോലെ തന്നെ എന്താണ്? ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. അതുപോലെ തന്നെ ടാറ്റ പവർ വൺ കോൺട്രാക്ട് ഇൻ 2007 എന്നുള്ളതിൻ്റെ പ്രത്യേകതയാണ്. ആൻഡ് പിന്നെ വരുന്നതാണ് ഇത് നാഷണൽ ജിയോ സയൻസ് അവാർഡ് 2023. എന്താണ്? റീസെൻ്റ്ലി ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ കൺഫേർഡ് ദ നാഷണൽ ജിയോ സയൻസ് അവാർഡ് 2023 and 21 geoscientist. Professor Dhanraj Mohan Banerjee received the Lifetime Achievement Award. His pioneering work in the photophysics and Precambrian geology. Dr. Asthan Pandey was honored as the National Young Geoscientist for the research on the Eastern Tower creation. National Conscience Award എന്താണ്? It is the one of the oldest and most prestigious honors in the field, established by Ministry of Mines ആണ്. 2009 എന്ത് ചെയ്യുന്നത്? ഇതിന് തുടക്കം കുറിക്കുന്ന ഒബ്ജക്റ്റീവ് എന്താണ്? To purpose these award to recognize individuals and terms such exceptional achievement and significant contributions in various geoscience field, including mineral discovery, exploration, mining technology, and mineral beneficiary, and both fundamental and applied eligibility. Any Indian citizen who made notable contribution to these
ഏരിയാസ് എലിജിബിൾ ഫോർ ദ അവാർഡ്. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്താണ് ഈ ആഴ്ചത്തെ കറണ്ട് അഫെയർ നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.